പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർ നല്ല കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ആമേൻ രണ്ട് കരങ്ങളെയും ഉയർത്തി ആമേൻ അങ്കിൾ സ്തുതിച്ചതുപോലെ ഹല്ലേലൂയ ഉച്ചത്തിൽ ശബ്ദമുയർത്തി നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് പകലിൽ എത്ര പേർ ആ ഒരു ആത്മസാന്നിധ്യം തിരിച്ചറിയുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ആമേൻ ഞാൻ പ്രത്യേകമായിട്ട് പറയട്ടെ, ആമേൻ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത വലിയൊരു ആത്മപ്രസൻസ് ഞാൻ ഇന്ന് പകലിൽ അനുഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ഇത് മത്സരങ്ങളുടെ വേദിയല്ല. ആമേൻ ഇതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവൃത്തി ആമേൻ കർത്താവ് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് വൈകിവേളയിൽ ആമേൻ കൊച്ചാളിന്റെ ശബ്ദം കേട്ടപ്പോൾ ആമേൻ അവന്റെ ഹൃദയം കൊണ്ട് ദൈവം അവനെ ആമേൻ സ്തുതിക്കുവാൻ ഏൽപ്പിച്ച ആ ദൗത്യം അവനെ വളരെ ആമേൻ മനോഹരമായി പാടുവാനും അവന്റെ ശബ്ദത്തെ ആമേൻ വളരെ മാധുര്യമായി ദൈവസന്നിധിയിൽ പകരുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് സൗരഭ്യം പകരുന്ന ഒരു ആരാധനയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ എൻ്റെ ജീവനെക്കാളും വലുതായ സ്നേഹം, ആമേൻ ആമേൻ എൻ്റെ ജീവനെ കൊടുത്തുകൊണ്ടുള്ള സ്നേഹം. അങ്ങനെ ജീവൻ തന്ന ഒരാളെ നമുക്ക് ഈ ലോകത്തുള്ളൂ. അവനാണ് 2000 വർഷങ്ങൾക്ക് മുമ്പേ കാൽവരി കൊലക്കളത്തിൽ നമുക്ക് വേണ്ടി ജീവൻ തന്ന നസ്രയനായ യേശു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ മരണത്തിനു വേണ്ടി ആമേൻ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. ചാട്ടവാർ അടികൊണ്ട് മുൾക്കിരീടം ആമേൻ ഹല്ലേലൂയ ആമേൻ ചൂടേണ്ടി വന്നു. ആമേൻ കാറിത്തുപ്പലിന്റെ അനുഭവം അനുഭവിക്കേണ്ടി വന്നു. ലാപ്പുറത്ത് കുത്തേണ്ടി വന്നു. ചവിട്ടും അടിയും ഇടിയും നിന്നയും ആമേൻ ചെയ്യാത്ത കുറ്റങ്ങൾക്ക്, നമ്മുടെ രോഗങ്ങൾക്ക് പകരമായി, നമ്മുടെ ശാപങ്ങൾക്ക് പകരമായി, നമ്മുടെ നിന്ദകൾക്ക് പകരമായി ആമേൻ ഹല്ലേലൂയ നമ്മുടെ സകലവിധ പാപങ്ങൾക്കും പരിഹാരമായി പാപമേൽക്കാത്ത ഒരുവൻ നമുക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ കാൽവരി കൊലക്കളത്തിൽ യാഗമാകുവാനിടയായി. ഇന്ന് പകലിൽ ആമേൻ അവനത് പാടിയപ്പോൾ ആമേൻ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ വളരെയധികം ആത്മാവിൽ സന്തോഷിച്ചു. കാരണം എൻ്റെ ജീവനേക്കാൾ എനിക്ക് അവൻ വലുതാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ എൻ്റെ പാട്ട് അവനിലാണ്, എൻ്റെ ജീവിതം അവനിലാണ്, എൻ്റെ സർവ്വവും അവനിലാണ്. ഇന്ന് പകലിൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും, നമ്മുടെ തലമുറകൾ എല്ലാവരും ഇതുപോലെ വാർത്തെടുക്കുന്ന തലമുറകളായി മാറട്ടെ. ആമേൻ ഹല്ലേലൂയ. അത് ഇല്ലാതെ വണ്ണം ഭാരപ്പെടുന്നവർക്ക് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ ദൂത് പറയട്ടെ. ആമേൻ അടച്ചത് ഒരു വലിയ ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് ആമേൻ കാലതാമസം എന്നെ അഭിഷക്തർ പുറത്തു വരാൻ വേണ്ടിയാ, ശക്തന്മാർ പുറത്തു വരുവാൻ വേണ്ടിയാ. ആമേൻ ഇന്നലെ വരെ ആമേൻ നിന്റെ ഉദരത്തെ അടച്ച് ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടതിനെ പോലും ബ്ലോക്ക് ചെയ്തു വെച്ച് വാഗ്ദത്തം പുറത്തു വരാതിരിപ്പാൻ എന്തിനെ ബ്ലോക്ക് ചെയ്തെന്ന് ചോദിച്ചാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് പറയുന്നു, അത് ഏറ്റവും ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു ആമേൻ പിശാച് ഇന്നലെ വരെ തടഞ്ഞു വെച്ചത് എന്റെ അനുഗ്രഹമായിരുന്നുവെങ്കിൽ ഞാൻ വിശ്വാസത്തോടെ അതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്നല്ല കർത്താവിനെ സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. പൂരം പറമ്പിൽ കിടന്നെന്നെ കോരിയെടുത്തതങ്ങല്ലേ. പൂരം പറമ്പിൽ കിടന്നെന്നെ കോരിയെടുത്തതങ്ങല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. സ്നേഹിതർ മാറിയ നേരം, സോദരർ കൈവിട്ട സമയം, സ്നേഹിതർ മാറിയ
സ്നേഹം വർണ്ണിച്ചിടുവാൻ അസാധ്യം. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമിതല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. പൂരമ്പരമ്പിൽ കിടന്നെന്നെ കോരിയെടുത്തതങ്ങല്ലേ. പൂരമ്പരമ്പിൽ കിടന്നെന്നെ കോരിയെടുത്തതങ്ങല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. ഒരിക്കൽ കൂടി, ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. Praise the Lord, hallelujah. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടി നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. Praise the Lord, hallelujah. ആമേൻ. ഇതിനൊന്നും ഒരു യോഗ്യതയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുവാനോ ആമേൻ ദൈവസന്നിധിയിൽ ആമേൻ പറയുവാൻ തക്കതായ യാതൊരുവിധ യോഗ്യതകളും ആമേൻ പ്രശംസയും പറയുവാൻ ഈ ലോകത്ത് ഒന്നുമില്ല. ആമേൻ. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ഞാൻ പറയാം, ജീവിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ കൃപയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം എന്നോടും എൻ്റെ കുടുംബത്തോടും കരുണ കാണിക്കാതിരുന്നെങ്കിൽ ഇന്ന് ഈ പകലിൽ ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുമായി ദൈവവചനം ശുശ്രൂഷിക്കുവാനോ പാടുവാനോ ആമേൻ സന്തോഷങ്ങൾ പങ്കിടുവാനോ ആമേൻ സന്തോഷത്തോടെ ആയിരിക്കാനോ കഴിയത്തില്ലായിരുന്നു. കാരണം ദൈവം നമ്മളെ ഓരോരുത്തരെയും ഓർത്തു. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മളോട് കരുണ കാണിച്ചു. അവൻ നമ്മളെ സ്നേഹിച്ചതുകൊണ്ട്, തൻ്റെ സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി വിലയായി തന്നതുകൊണ്ട് ഇന്ന് പകലിൽ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ഇതിനകത്താക്കിയിരിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കണമേ, നമ്മളെ പോലുള്ള എത്രയോ പേർ ആമേൻ യൗവനക്കാരുണ്ട്, ആമേൻ ഹല്ലേലൂയ, ആമേൻ ആമേൻ യുവതി യുവാക്കന്മാരുണ്ട്, കുഞ്ഞു മക്കളുണ്ട്. ആമേൻ ഇന്നത്തെ കാലം നടക്കുന്ന ഓരോ സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ, വെട്ട് കുത്തു കൊലപാതകം, ആമേൻ ആത്മഹത്യ, പ്രണയ നൈരാശ്യം, ആമേൻ വാഹനാപകടങ്ങൾ, ആമേൻ ആമേൻ പലതരത്തിലുള്ള സൂയിസൈഡ് അറ്റംപ്റ്റുകൾ, ഇതെല്ലാം നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കണമേ, നമുക്ക് പറയുവാൻ എന്തെങ്കിലും പുകഴ്ച വല്ലമുണ്ടോ? യാത്രകളിൽ കർത്താവ് നമ്മളെ പരിപാലിച്ചില്ലേ? നമ്മുടെ തലമുറകളെ സൂക്ഷിച്ചില്ലേ? ആമേൻ ഹല്ലേലൂയ, ആമേൻ പൊട്ട ചിന്തകൾക്കകത്ത്, കുടുംബജീവിതങ്ങൾക്കകത്ത് പ്രശ്നങ്ങളും വഴക്കുകളും പ്രതികൂലങ്ങളും ഇല്ലാത്ത കുടുംബങ്ങളില്ല. ആമേൻ. എങ്കിലും ഒരു വാക്കിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു സംസാരത്തിന്റെ പേരിൽ ക്ഷമിക്കുവാൻ കഴിയാതെ വണ്ണം, കയറെടുക്കുവാൻ അനുവദിക്കാതെ വണ്ണം, സാമ്പത്തിക ഞെരുക്കം മുഖാന്തരം ആമേൻ വിഷക്കുപ്പി കയ്യിലെടുക്കുവാൻ കഴിയാതെ വണ്ണം ദൈവം നമ്മളെ മൂടി മറച്ചില്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ നല്ല കർത്താവിനെ എങ്ങനെ ഇന്ന് പകലിൽ സ്തുതിക്കാതിരിക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഇന്നലെ നടത്തിയ ദൈവം നിന്റെ നാളേക്ക് വേണ്ടിയും കരുതുവാൻ മതിയായവനാണ്. ആമേൻ. ഇന്നലെ നിന്നെ അവൻ അത്ഭുതമായി നടത്തിയെങ്കിൽ, ഇന്നലെ വരെ നിന്നെ അവൻ പോറ്റിയിട്ടുണ്ടെങ്കിൽ, ഇന്നലെ വരെ അവൻ കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് വൈകിയ വേളയിലും ഞാനൊരു ദൂത് നിങ്ങളോട് വിളിച്ചു പറയട്ടെ. കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകടിയിൽ മറച്ച് ആമേൻ പരിപാലിക്കുന്നത് പോലെ അവൻ്റെ കൈ അന്നും കുറുകിയിട്ടില്ല, ഇന്ന് വൈകിയ വേളയിലും കുറുകിയിട്ടില്ല. നിന്നെ വിടുവിക്കുവാൻ, നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ സഹായിക്കുവാൻ, നിനക്ക് ആശ്വാസം തരുവാൻ, നിന്റെ വേദനകളെ എടുത്തു മാറ്റുവാൻ, നിന്റെ നിന്ദകളെ എടുത്തു മാറ്റുവാൻ, നിന്റെ പരിഹാസ വിഷയങ്ങളെ എടുത്തു മാറ്റുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
അന്ന് ആമേൻ വിരിച്ചൊരു ചിറക, ആ ചിറകിനടിയാ ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. എത്ര പേർക്ക് അത് ഇല്ല എന്ന് പറയുവാൻ കഴിയും? 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി ഒരു വലിയ കരം ഉയർന്നിട്ടുണ്ട്. ആ കരത്തിന്റെ ചിറകിനടിയിലാ ഞാനും നിങ്ങളും. എത്ര അപകടങ്ങൾ, പ്രതിസന്ധികൾ, എത്ര മരണത്തിന്റെ ഘട്ടങ്ങൾ, എത്ര മരണത്തിന്റെ ഓളങ്ങൾ, എത്ര മരണത്തിന്റെ പ്രതിസന്ധികൾ കുടുംബത്തിന് നേരെ, വിശ്വാസ ജീവിതത്തിന് നേരെ, തലമുറകൾക്ക് നേരെ, കുടുംബ ജീവിതത്തിന് നേരെ, സാമ്പത്തിക മേഖലകൾക്ക് നേരെ, നിന്റെ സമ്പത്തിന് നേരെ, നിന്റെ വിശ്വാസത്തിന്റെ പരിശോധനയ്ക്ക് നേരെ ആഞ്ഞടിച്ചപ്പോഴും ആ വിരിച്ചൊരു കരമുണ്ട്. നീ ആ മാർവിടത്തിന് കീഴിലിരിപ്പാൻ, ആ ചിറകിനടിയിൽ താണിരിപ്പാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. നിനക്ക് വേണ്ടി അത്ഭുതത്തെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കേ. ഒരു തള്ളക്കോഴിയുടെ ചിറകിനടിയിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ, കോഴിക്കുഞ്ഞുങ്ങളെ, ഒരു കാക്കയാകട്ടെ, പരുന്താകട്ടെ, ഒരു കഴുകനാകട്ടെ, ആര് തിന്നാൻ വന്നാലും കോഴി വിട്ടുകൊടുക്കുവോ? ഇല്ല ഇല്ല ഇല്ല. ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എത്ര പൊക്കത്തിൽ അതിന് പറന്ന് കാക്കയ്ക്കും കഴുകനും കൊടുക്കാതെ വേണം ആ കുഞ്ഞിനെ എങ്ങനെയാ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നു. അതുപോലെ ഇന്ന് പകലിൽ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഞാനൊരു ദൂത് വിളിച്ചു പറയട്ടെ. നിന്നെ കൊത്തിയോടിക്കുവാൻ, നിന്റെ തകർച്ച കാണുവാൻ, നിന്റെ വീഴ്ച കാണുവാൻ, നിന്റെ പരാജയം കാണുവാൻ, നിന്റെ പേരിനെ നശിപ്പിക്കുവാൻ, നിന്നെ പരാജയപ്പെടുത്തുവാൻ ആരൊക്കെ എന്തൊക്കെ പദ്ധതി ഒരുക്കിയാലും ഞാൻ വിളിച്ചു പറയട്ടെ, ഒന്നിനും നിന്നെ സ്വർഗം വിട്ടുകൊടുക്കുവാൻ അനുവദിക്കത്തേയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരമുയർത്തി പറ, എന്റെ അപ്പൻ എന്നെ വിട്ടുകൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ വരെ നിന്റെ സഹോദരങ്ങൾ നിന്ദിച്ചേക്കാം. ഇന്നലെ വരെ നിന്റെ ബന്ധുക്കൾ നിന്നെ നിന്ദിച്ചേക്കാം. നിന്റെ സഭ നിന്നെ നിന്ദിച്ചേക്കാം. നിന്റെ കൂടെയുള്ള വർക്കേഴ്സ് നിങ്ങളെ നിന്ദിച്ചേക്കാം. ഇന്ന് പകൽ വിളിച്ചു പറ, ഇനി നിന്ദിപ്പാൻ അവൻ ഇട വരുത്തത്തേയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പീരിയഡ് ഓഫ് ടൈം, ഒരു കുറച്ച് പീരിയഡ് നിനക്ക് കഷ്ടം ചിലപ്പോൾ ഉണ്ടായേക്കാം. പ്രതിസന്ധി ഉണ്ടായേക്കാം. ചിലപ്പോൾ ഒളിച്ചിരിക്കേണ്ട അവസ്ഥയൊക്കെ വന്നേക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കെരീത്ത് തോട്ടിന്റെ ഹല്ലേലൂയ. ഒരു സൈഡിൽ എലിയാവിന് കുറച്ച് നാൾ ഒളിച്ചിരിക്കേണ്ടി വന്നു. എന്നിട്ടും ദൈവം അവിടെ വിട്ടോ. അവനെ പട്ടിണിക്കിടാൻ ദൈവം അനുവദിച്ചില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, പുറത്തിറങ്ങാതെ നീ ഒളിച്ചിരിക്കുന്ന നിന്റെ നിന്നയുടെ അനുഭവത്തിന്റെ ലെവലിനെ പരിശുദ്ധാത്മാവ് മാറ്റുവാൻ പോവുകയാണ്. ചൂടമന വൈശ്വമന ഹതനഘടക ശബ്ദനാരകൾ ഘടകസി. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ ദൂത് പറയുവാൻ പറയുന്നു. 4 പേരുടെ മുമ്പിൽ ഒന്ന് നിൽക്കുവാൻ പറ്റുന്നില്ല. എന്താണ് പ്രശ്നം? നീ ഒന്ന് ഫ്രീ ആയി ഇരുന്നിട്ട് പോലും നിന്നെ വിടാതെ വണ്ണം പിന്തുടരുന്ന ചില വാക്കുകൾ, ചില പ്രവർത്തികൾ നിന്നെ വല്ലാതെ നിരാശപ്പെടുത്തുന്നുണ്ട്. നിന്നെ വല്ലാതെ നിരാശപ്പെടുത്തുന്നുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ചില ചോദ്യങ്ങൾക്ക് നീ മറുപടി പറയുവാൻ പോവുകയാ. ചൂടമന ശബ്ദന വൈഡമന ഹതനഘടകശിയ അൽഗൽ ശംധന വൈഡാന ഘടകശിയ വൈഡൽ ശംധനെ ഹർധന രഹസ്യാംധനെ. ഹല്ലേലൂയ. ഒളിച്ചിരിക്കുവാൻ കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ. ആ ഒളിച്ചിരിക്കേണ്ട സാഹചര്യം വന്നാലും അവിടെയും തന്നെ നടത്തുവാൻ സ്വർഗം ചിലരെയൊക്കെ ഏൽപ്പിക്കും. ഇന്ന് പകലിൽ സ്വർഗത്തിലെ ദൈവം എന്നോട് പറയുന്ന ഒരു ആലോചന ഇതാ. നിന്നോട് ഒളിച്ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില പട്ടണങ്ങൾ കടന്നു നീ കാഴ്ച വിട്ടിട്ടുണ്ടെങ്കിൽ, ചില രാജ്യങ്ങൾ കടന്നു നീ കാഴ്ച ിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടത് ഒരുക്കി തരുന്ന ഒരു ദൈവം. ചൂടമന വൈശ്വമന ഹതനഘടക ശിയാംധനെ അൽഗൽ പ്രൗഢമന. വിശ്വാസത്തോടെ തുടങ്ങിയതാ, വിശ്വാസത്തോടെ ആരംഭിച്ചതാ. പരാജയപ്പെട്ടവളാണോ, പരാജയപ്പെട്ടവനാണോ, എന്റെ ജീവിതം തകരുവാനാണോ നിന്നെ എന്നെ ഈ കുടുംബത്തിനകത്താക്കിയത്? ഇല്ല 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 ഇല്ല. ഈ കുടുംബം തകരുവാനല്ല നിന്നെ അവൻ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടെ ഒന്ന് പണിയപ്പെടുവാൻ വേണ്ടിയാ ചില കഷ്ടത നിന്റെ ജീവിതത്തിനകത്ത് ആഞ്ഞടിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാക്കയുടെ വരവ് നിന്നാലും, കെരീത്ത് തോട് വറ്റിയാലും, പ്രൈസ് ദി ലോർഡ്, ഒളിച്ചിരിക്കാൻ പറഞ്ഞവൻ നിന്നെ അവൻ ഉപേക്ഷിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ എനിക്കറിയത്തില്ല ആരുടെയൊക്കെ കെരീത്ത് വറ്റി, ആരുടെയൊക്കെ കാക്കയുടെ വരവൊക്കെ നിന്നു. നീ കരയുന്നുണ്ട്, ഇവിടെ നിന്ന് ഞാൻ എങ്ങോട്ട് പോകും? ഇനി എവിടെയാണ് എനിക്കൊരു യാത്ര? പരിശുദ്ധ
പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ കുറച്ചു കാലത്തേക്ക് ഒരിടത്ത് ഇരുത്തിയെങ്കിൽ ഇന്ന് വൈകിവൾ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ഏലിയാവിന് ദൈവം കരത്തിൽ കൊടുത്തുവെങ്കിൽ അവൻ നിനക്ക് ഉൾക്കൊള്ളുവാൻ പറ്റാത്ത സ്ഥാനങ്ങളിലേക്ക് സ്വർഗം നിന്നെ ഉയർത്തുവാൻ പോവുകയാ. ജൂഡമന അദ്ദനഘടക ശിയാംധന വൈഡമന ദീപലഘടക ശിയാർത്ഥന വൈഡൽ ഘടക ശിയ. ആമേൻ ഹല്ലേലൂയ. എന്നും സുഖവും സന്തോഷവും ആമേൻ നല്ല ചാപ്പാടും തന്നാൽ ആമേൻ ദൈവത്തെ വേണ്ടതുപോലെ അറിയത്തില്ല. ചില കഷ്ടതകളൊക്കെ വന്നാലേ, ചില ഇല്ലായ്മകളൊക്കെ വന്നാലേ, ചില ഞെരുക്കമൊക്കെ വന്നാലേ അപ്പനോടൊപ്പം മാർവിൽ ചേർന്നിരിക്കാൻ പഠിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ വിളിച്ചു പറ, ഞാൻ ഒളിച്ചിരിക്കേണ്ടി വന്നത് ദൈവത്തിന്റെ നാമ മഹത്വത്തിന് വേണ്ടിയാ. ആമേൻ ഹല്ലേലൂയ. ചില പ്രവൃത്തിക്ക് വേണ്ടിയാ. ആമേൻ ഹല്ലേലൂയ. ചിലതൊക്കെ ചിലയിടത്തൊന്ന് പുറപ്പെട്ടിട്ട് ആമേൻ പുറപ്പെട്ടു പോയല്ലോ എന്ന് കരയുന്നു. ആമേൻ ഇന്ന് പകൽ കർത്താവ് പറയുന്നത്, പുറപ്പെടാൻ പറഞ്ഞപ്പം പുറപ്പെട്ടില്ലെങ്കിൽ ആമേൻ നീ ഒത്തിരി കണ്ണുനീര് നീ അനുഭവിക്കേണ്ടി വന്നേര്. അവൻ ഉറച്ചു നിന്നോ. അവൻ ചെയ്യുവാനിരിക്കുന്ന വലിയൊരു രക്ഷയുണ്ട്. അവൻ ചെയ്യുവാൻ പോകുന്ന വലിയൊരു പ്രവൃത്തിയുണ്ട്. എന്റെ യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. അവൻ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആമേൻ ഹല്ലേലൂയ, നിങ്ങൾക്ക് യുദ്ധം ചെയ്യുവാൻ ഒരു പരിധിയുണ്ട്. ആമേൻ നിങ്ങൾക്ക് സംസാരിക്കുവാൻ ഒരു പരിധിയുണ്ട്. ആമേൻ ഹല്ലേലൂയ. ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട്. ആമേൻ ഒരു അസുഖം എന്താണെന്ന് ചോദിച്ചാൽ ആമേൻ ആമേൻ നമ്മൾ പറയും ആമേൻ വയറിനൊരു ബുദ്ധിമുട്ടാ. ആമേൻ പിന്നെ ആ വ്യക്തി ചോദിക്കുന്നത് എന്താ? ആമേൻ നീ ഇന്നലെ എന്ത് കഴിച്ചു, മെനിഞ്ഞാന്ന് എന്ത് കഴിച്ചു? ആമേൻ അതിന്റെ റീസൺസ് അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. ആമേൻ ഇങ്ങനെ ചകഞ്ഞുകൊണ്ടേയിരിക്കും. ഇതുപോലെയാ ചില വ്യക്തികൾ ചില പ്രശ്നത്തിന്റെ നടുവിൽ ചെന്ന് 4 പേരുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ആമേൻ നിന്റെ ജീവിതത്തെ കുത്തി വേദനിപ്പിക്കുന്ന, നിന്റെ ഫ്ലാഷ് ബാക്കുകളെ തെരഞ്ഞ് നിന്നെ കുത്തി വേദനിപ്പിക്കുന്ന, ശവപ്പറമ്പിനകത്ത് കിട്ടുന്ന ഗന്ധത്തെ പുറത്തു വലിച്ചെടുക്കുന്ന ചില സംസാരങ്ങൾക്ക് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് സ്റ്റോപ്പിടുവാൻ പോകുന്ന ഒരു പകലാ. ചൂടാമന എനിക്കറിയത്തില്ല എത്ര പേർക്ക് അത് പിടികിട്ടിയെന്ന് എനിക്കറിയത്തില്ല. 4 പേരുടെ കൂടെ ചെന്നാൽ ആമേൻ ശവപ്പറമ്പ് മാന്തുന്നത് പോലെ നിന്റെ പഴയ ചരിത്രത്തെ മാന്തുന്ന ചില വ്യക്തികൾ, അവിടെ നീ ഒരു പരിഹാസമാ. ആമേൻ ഹല്ലേലൂയ. നീ ചിന്തിക്കുന്നത് എന്നോട് സെന്റി അടിക്കുന്നതാ. സെന്റി അല്ല, നിന്നെ അവിടെ ഇട്ട് കുത്തുന്നതാ. ആമേൻ ഹല്ലേലൂയ. നിന്നെ പരിഹസിക്കുന്നതാ. ബുദ്ധിയോടെ ചിന്തിച്ചു നോക്ക്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ ഹല്ലേലൂയ, ചില ശവപ്പറമ്പുകളെയൊക്കെ ലാസറിന്റെ ആമേൻ കല്ലറ തുറന്നു വന്നപ്പോൾ വെളിപ്പെട്ട് വന്ന ഒരു അത്ഭുതമുണ്ട്. അത് ചില കുടുംബങ്ങൾക്കകത്തേക്ക് പരിശുദ്ധാത്മാവ് ഈ വൈകിയ വേളയിൽ ചെയ്യുവാൻ പോവുകയാ. ചൂടബബ ശബ്ദനാരകൾ ഘടകശിയ വൈഡ പ്രൗഢവന ദീപലഘടക ശബ്ദനാരകൾ ഘടകശി. ആമേൻ കർത്താവ് ചിലതൊക്കെ ചെയ്യും കേട്ടോ. ആമേൻ ചില കുടുംബങ്ങൾക്കകത്തൊക്കെ ആമേൻ പിശാചിന് ഇരിക്കാൻ പറ്റുന്നില്ല. അടിസ്ഥാനങ്ങളൊക്കെ ഇളകി തുടങ്ങിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നോട് കർത്താവ് അങ്ങനെ പറയുവാൻ പറയുന്നു. ആമേൻ ഹല്ലേലൂയ. ചില പാരമ്പര്യ ശക്തികൾക്കൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല. അതിന്റെ അടിസ്ഥാനങ്ങളൊക്കെ ഇളകി തുടങ്ങിയിട്ടുണ്ട്. ജുഡബല ഹദനഘടകശി അർത്ഥ പ്രൗഢവന വൈഡനാരകാനഘടകശി അംധനാരകൾ പ്രൗഢവന. ആമേൻ ഹല്ലേലൂയ. നിന്നെ ഒറ്റപ്പെടുത്തുന്നവരുടെ നടുവില്, ആമേൻ നിന്റെ തകർച്ച കാണുവാൻ പദ്ധതി ഒരുക്കുന്നവരുടെ നടുവില് നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. എന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ എന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും? ആമേൻ ഈ ശബ്ദം കേൾക്കുവാൻ ഒരു ഭാഗ്യം ലഭിച്ചത് അത് അപ്പന്റെ കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ വലിയൊരു കൃപയാണ് കേട്ടോ. എനിക്കറിയത്തില്ല ചിലരോടൊക്കെ ഇന്ന് പകലിൽ സ്വർഗം ഒരു കരുണ കാണിച്ചത് കൊണ്ട് ആമേൻ ഇന്ന് ഇതിനകത്ത് കൊണ്ടുവന്നത്. ആമേൻ ആമേൻ ഹല്ലേലൂയ. സ്വർഗം ഒന്ന് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തന്നെ ഒരിടത്തും ഒതുക്കി കൂട്ടുവാൻ ആമേൻ ആർക്കും കഴിയത്തേയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകലും അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. വിശുദ്ധ വേദ പുസ്തകത്തില് ആമേൻ ഹല്ലേലൂയ. പുറപ്പാടിന്റെ പുസ്തകം 14-ാം അധ്യായം ആമേൻ ഹല്ലേലൂയ അതിന്റെ 15-ാമത്തെ വാക്യം. പുറപ്പാടിന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. യഹോവ മോശെയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. പ്രൈസ് ദി ലോർഡ്. നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. ഇന്ന് പകലിലും ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കുന്ന പ്രിയ ആമേൻ എൻ്റെ പ്രിയ കൂട്ടു സഹോദരങ്ങളെ, ആമേൻ ഹല്ലേലൂയ. ദൈവം മോശെയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മോശ
മോശ ഇസ്രായേൽ മക്കളുടെ നിഖളവും വിഘടനവും അവരുടെ മത്സരവും കണ്ട് അവരുടെ വാക്കുവാദവും വെല്ലുവിളിയും ഞെരിപിരിയും കണ്ട് ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്, അപ്പാ ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? സ്വർഗത്തിലെ ദൈവം മോശയോട് ഒരു വകഭേദവും ഇല്ലാതെ പറയുന്നൊരു മറുപടിയാണ്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്തിന്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവിക വാഗ്ദത്തമുള്ള നിന്നോട്, ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരുന്ന നിന്നോട് പരിശുദ്ധാത്മാവ് ഇന്ന് വൈകിയ വേളയിലും നിങ്ങളോട് ചോദിക്കുവാനുള്ള ചോദ്യം ഇതാണ്. ആമേൻ, ഹല്ലേലൂയ. നീ എന്നോട് നിലവിളിക്കുന്നത് എന്തിന്? ആമേൻ. നീ മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. ചിലതിന്റെയൊക്കെ നിലവിളി, ആമേൻ, ആ നിലവിളിയെ നിർത്തിയിട്ട് നിനക്ക് മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. വിശ്വാസത്തോടെ ആ വാതിലോട്ടൊന്ന് കടന്നു. ആമേൻ. സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് വ്യക്തിപരമായി സകലമാന വ്യക്തികളോടും വിരൽ ചൂണ്ടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൂതാണ്. ആമേൻ. മോശേ, നീ എന്തിനാണ് എന്നോട് നിലവിളിക്കുന്നത്? ആമേൻ. നീ മുൻപോട്ട് പോക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ മുൻപോട്ട് പോക. ഇന്ന് പകലിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം തടസ്സമായി നിൽക്കുന്ന ചില തടസ്സങ്ങളുടെ ബന്ധനങ്ങൾ ഇന്ന് പകൽ സ്വർഗം അറുത്തു മാറ്റുന്നുണ്ട്. റബന ശിയാംതന വൈശമന ഹദനഗടകശി അർത്ഥപൗഡവന ദീപനഗടകശി. നിന്റെ നിലവിളി മുൻപിലോട്ട് നോക്കിയാകട്ടെ. ആമേൻ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, നിന്റെ ലക്ഷ്യം മുൻപിലോട്ടാ. ആമേൻ. നിന്റെ ലക്ഷ്യം മുൻപിലോട്ടാ. ഇന്ന് പകലിൽ മുൻപിലോട്ട് നോക്കി നീ യാത്ര ചെയ്യുമെങ്കിൽ ആമേൻ, നിനക്ക് വേണ്ടത് നൽകി നിന്നെ ശുഭഭാവിയിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നൊരു ദൈവം ഇന്ന് വൈകിയ വേളയിൽ നിന്റെ അടുക്കൽ എത്തിയിട്ടുണ്ട്. വൈശമന ഞാനപ്പോൾ ഈ വചനം കഴിഞ്ഞ ദിവസം ഞാൻ വായിക്കുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ദൈവത്തോട് ചോദിക്കുവാനിടയായി, കർത്താവേ, ഇതെന്തിനാ നീ ഈ വചനം തന്നെ കുറിവാക്യമായി വായിക്കുവാൻ എന്നോട് പറഞ്ഞത്? അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞത് ഇതാ, എന്നോട് നിലവിളിക്കാതെ അധികാരത്തിന്റെ വടി നിന്റെ മേൽ തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അധികാരം നിന്റെ മേൽ ഇരിക്കുമ്പോൾ, നിന്റെ നാവിൽ ഇരിക്കുമ്പോൾ, നിന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ പിന്നെ നീ പ്രവർത്തിക്കുകയാ വേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ അവിടെ ഉയരത്തിൽ നോക്കിയുള്ള നിലവിളിയും കൊലവിളിയും എന്തിനെന്നല്ല ചോദിക്കാനുള്ളത്. വിശ്വാസത്തോടെ മുൻപിലോട്ട് അങ്ങ് ആഞ്ഞോടിക്കോളണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് അങ്ങ് ഭയങ്കര സന്തോഷം തോന്നി. കർത്താവേ, നീ എന്നോട് അങ്ങനാണോ സംസാരിച്ചത്? ഞാനപ്പോൾ വളരെയധികം സന്തോഷം. യെസ്, അങ്ങനെ തന്നെയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ മുകളിൽ നോക്കി നിലവിളിച്ചിട്ട് കാര്യമില്ല. നിന്റെ മുമ്പിൽ വഴിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് തുറക്കുവാൻ കഴിയാത്ത യാതൊരു വഴിയുമില്ല. ഹല്ലേലൂയ. അവന്റെ മുൻപിൽ ഏത് അടഞ്ഞ വാതിലും ഓപ്പൺ ആകുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ അടയ്ക്കേണ്ടതിനെ അടയ്ക്കും, തുറക്കേണ്ടതിനെ തുറക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ അടയ്ക്കേണ്ടതിനെ അടയ്ക്കും, ആമേൻ, തുറക്കേണ്ടതിനെ തുറക്കും. ഈ ദിവസങ്ങളിൽ നിന്റെ നന്മയെ തിന്നുകളയുന്ന ചില വഴികൾ അടയേണ്ടതുണ്ട്. സ്വർഗം ചിലതിനെ അടച്ച് ഓപ്പൺ ആകേണ്ട ചില വാതിലുകളെ പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിലേക്ക് ചൂടാമന വൈഡ റഗാസിയാം തേരെ അൽഗൽ ശംതന വൈഡമനാരഗൽ കടകസി. ആമേൻ. വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. എനിക്ക് വേണ്ടി ചിലതൊക്കെ സ്വർഗം ഓപ്പൺ ചെയ്യുവാൻ പോവുകയാ. ജൂഡമന ഹംദരഗടകസിയ അൽഗൽ ശമന വൈഡമന ദീപരഗടകസി. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ആമേൻ. അവിടെ വീണ്ടും കർത്താവ് മോശയോട് പറയുന്ന മറ്റൊരു ഭാഗമാണ്, വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കുക. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും. ആമേൻ, ആമേൻ, ആമേൻ. മോശയുടെ സ്വപ്നത്തിൽ ചിന്തിക്കുവാൻ പറ്റാത്ത ഒരു വലിയ അത്ഭുതത്തിന്റെ ആമേൻ, ആമേൻ, മുന്നോടി സ്വർഗത്തിലെ ദൈവം ആമേൻ മോശയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുകയാണ്. കാരണം മോശ നിലവിളിച്ചത്, ആമേൻ, എങ്ങനെ ഞങ്ങൾ മുൻപോട്ട് പോകും? ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? മുമ്പിൽ വലിയ ആമേൻ, ഹല്ലേലൂയ, ഫറവോന്റെ സൈന്യം ഞങ്ങളെ പിന്തുടർന്ന് നിൽപ്പുണ്ട്. അതിനേക്കാളുപരി എങ്ങനെ ചിന്തിച്ചാലും, എങ്ങനെ ആലോചിച്ചാലും, എങ്ങനെ ഒരു അത്ഭുതം നടക്കുമെന്ന് ചിന്തിക്കുവാൻ പറ്റാത്തൊരു ചെങ്കടൽ, അവർക്ക് അസാധ്യമായൊരു ചെങ്കടൽ ഇസ്രായേൽ മക്കളുടെ മുൻപിലുണ്ട്. ആമേൻ. അതും കൂടി കണ്ടപ്പോൾ
മോശ നിലവിളിക്കുവാൻ തുടങ്ങിയത്. ആമേൻ, എന്താണ് ചെയ്യേണ്ടത്? ഒന്നുകിൽ ഈ ചെങ്കടലിൽ ഇറങ്ങി മുങ്ങിച്ചാകും, ഇല്ലെങ്കിൽ പുറകിൽ നിൽക്കുന്ന മിസ്രൈമിയർ ആമേൻ ഹല്ലേലൂയ ആമേൻ അവർക്ക് കയ്യിൽ കിട്ടുന്നവരെ പിടിച്ചോണ്ട് പോകും, അല്ലാത്തവരെ വാളിനിരയാക്കി തീരും. അതിനകത്തൊരു വലിയ യുദ്ധം നടക്കുവാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്വർഗം പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇസ്രായേൽ മക്കളെ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് അവൻ വേണ്ടത് കൊടുത്ത് ദൈവത്തെ ആരാധിപ്പാൻ പുറത്തു കൊണ്ടുവന്നെങ്കിൽ അവൻ അറിയാം ചെങ്കടലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ അറിയാം ചെങ്കടലുണ്ട്. മിസ്രൈമിയർ കൊന്നുകളയും. അവൻ അടങ്ങിയിരിക്കുന്നവനല്ല. ഇന്ന് പകൽ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിന്നെ അവൻ വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ, നിന്നെ ഒരു കുടുംബത്തിനകത്ത് ആക്കിയിട്ടുണ്ടെങ്കിൽ, നിന്നെ ഒരു പട്ടണത്തിനകത്ത് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നിലൂടെ ചിലത് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് സ്വർഗ്ഗത്തിന് നന്നായിട്ടറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിനകത്ത് നടക്കുന്ന ആമേൻ ഓരോ പ്രതിസന്ധിയും ആമേൻ അത് മുൻപിലുള്ള ലക്ഷ്യത്തിന്റെ ഓരോ ചവിട്ടുപടിയാണെന്ന് ഇന്ന് പകൽ വളരെ ശ്രദ്ധയോടെ ഓർത്തോളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ഹല്ലേലൂയ. ഇതാ ആമേൻ ഇസ്രായേൽ മക്കൾ ആമേൻ വളരെ കൺഫ്യൂഷൻ അടിച്ച് എന്താണെന്ന് അറിയുവാൻ കഴിയാതെ വണ്ണമായിരിക്കുമ്പോൾ ദൈവം വിശ്വാസത്തോടെ മോശയോട് വീണ്ടും പറയുന്നത് ഇതാ, നിന്റെ കയ്യിലുള്ള വടിയെ ആ ചെങ്കടലിലേക്ക് നീട്ട്. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ഒന്ന് ചിന്തിച്ചു നോക്കണമേ, നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ആമേൻ, നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അതാ ഞാൻ പറഞ്ഞത്, അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ഒരു ദൈവമാണ്. ആമേൻ. നിന്റെ മേലുള്ള അധികാരം വിശ്വാസത്തോടെ കരം വെച്ച് പറ, ഇതെന്റെ അവകാശം, ഇതെന്റെ ഓഹരി. വിശ്വാസത്തോടെ നിന്റെ തലമുറകളെ നോക്കി പറ. തലമുറകൾ ഇല്ലാത്തവർ വിശ്വാസത്തോടെ ഉദരത്തിൽ കൈവച്ച് പ്രവചിച്ചു പറ, ഇതെന്റെ അവകാശം. ആമേൻ. ഇതെന്റെ അവകാശം, ഇതെന്റെ ഓഹരി. ചൂടാബാബ ശംതന വൈഡാറ ഘാനഘടകശി ആർത്ഥൽ പ്രൗഢവന ധീവരഘടക ശംതനാരകൾ ഘടകശി. ആമേൻ. അവൻ ഇല്ലായ്മയിൽ ഉള്ളതുപോലെ വിളിച്ചു വരുത്തി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാ. ചൂടമന വൈശവന ഹദനഘടകശിയ അൽഗൽ പ്രൗഢവന ധീവരഘടക ശംതനാരകൾ പ്രൗഢവന. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അവൻ ഒന്ന് ചിന്തിച്ചു നോക്കണമേ. ആമേൻ. ഈ വടി കൊണ്ട് മോശയ്ക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? ഹല്ലേലൂയ. വടിയുടെ കാര്യം മാത്രം പോട്ടെ. ആമേൻ. സ്വർഗം പറയുക, നീ ആ കടലിനെ വിഭാഗിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വടി കൊണ്ട് ആമേൻ ഒരു കടലിനെ വിഭാഗിക്കുവാൻ പറ്റുമോ? അതാ ഞാൻ പറഞ്ഞത്, നിന്നെ വിളിച്ചു കൊണ്ട് നിർത്തിയ ദൈവം ആമേൻ ഏത് ചെങ്കടലിലും അവൻ വഴി വെട്ടി തരുവാൻ മതിയായവനായ ദൈവമാണ്. നിന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നിന്നെ ലജ്ജിപ്പിക്കുവാൻ അവൻ ഇടവരുത്തത്തേയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ശത്രുക്കൾക്ക് നിന്നെ പിച്ചി ചീന്തുവാൻ അവൻ ഇട്ടുകൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാരംഭത്തിലേ പറഞ്ഞു, അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പേ ആമേൻ ഹല്ലേലൂയ അവന്റെ ഒരു കരം നമുക്ക് വേണ്ടി ഉയർന്നിട്ടുണ്ട്. ആ കരത്തിന്റെ ചിറകിനടിയിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പിശാചിന് പലവട്ടം വന്ന് നമ്മളെ കൊത്തിയെടുക്കാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്യാനേ പറ്റത്തുള്ളൂ. പക്ഷേ ആമേൻ പിശാചിന്റെ തന്ത്രത്തിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാതെ വേണം. അവൻ മരണത്തോളം പോരാടിയവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവസാനത്തെ ചോര പോലും നമുക്ക് വേണ്ടി തന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെ എങ്ങനെ മഹത്വീകരിക്കാതിരിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഇതാ വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ആമേൻ ഇസ്രായേൽ മക്കളായിരിക്കുന്നു. തുടർന്നും ദൈവം അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. എന്നാൽ ആമേൻ ഹല്ലേലൂയ കടലിന് നടുവേ ഉണങ്ങിയ നിലത്തുകൂടി ഇസ്രായേൽ മക്കൾ കടന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇസ്രായേൽ മക്കൾ ആ ചെങ്കടലിൽ ഒരു ഉണങ്ങിയ നിലമുണ്ടായി, അതിൽ കൂടി അവർ കടന്നു പോകും. അതിന്റെ പിന്നിൽ മറ്റൊരു വിഷയമുണ്ട്. ആമേൻ. എന്നാൽ ഞാൻ മിസ്രയീമ്യരുടെ ഹൃദയത്തെ കഠിനമാക്കും. പ്രൈസ് ദി ലോർഡ്. അവർ വീണ്ടും നിങ്ങളുടെ പിന്നാലെ വരും. പക്ഷേ സ്വർഗത്തിനറിയാം, ഇന്ന് കണ്ട മിസ്രയീമ്യരെ ഇനി നീ ഒരു നാളും കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ആമേൻ ഈ ചെങ്കടലിന് മുമ്പേ സ്വർഗത്തിലെ ദൈവം ആമേൻ ഹല്ലേലൂയ 14-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും. അതിന് മോശജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും നിങ്ങൾ കാണത്തില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. ആമേൻ. എനിക്ക് ഇന്ന് വൈകിയവേളയിൽ നിങ്ങളോട് പറയുവാനുള്ളത് ആമേൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ചില സ്ഥാനങ്ങളിലൊന്നും നിങ്ങൾ ഇറങ്ങി പടവെട്ടേണ്ട കാര്യമില്ല, മിണ്ടാതിരുന്നാ മതി. ആമേൻ. ദൈവം ചെയ്യുവാൻ പോകുന്ന വലിയൊരു രക്ഷ ശാന്തന. എനിക്കറിയത്തില്ല എത്ര പേർക്ക് അത് പിടികിട്ടിയെന്ന് എനിക്കറിയത്തില്ല, എത്ര പേർക്ക് അത് രുചിച്ചറിയുവാൻ കഴിയുന്നു എന്ന് എനിക്കറിയത്തില്ല. ആമേൻ. നീ വായടച്ച് മിണ്ടാതിരുന്നാ മതി. ദൈവം ചെയ്യുവാൻ പോകുന്ന വലിയൊരു അത്ഭുത പ്രവൃത്തി ആമേൻ, അത് നീ ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു വിടുതലിന്റെ സാക്ഷ്യം നിന്റെ കുടുംബത്തിൽ, നിന്റെ സഭയിൽ, നിന്റെ ദേശത്തിൽ, നിന്റെ പട്ടണത്തിൽ സ്വർഗം ചെയ്യുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വീണ്ടും കർത്താവ് പറയുന്ന ആമേൻ വാചകം ഇതാണ്. ഇത് സംഭവിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഇസ്രായേൽ ആമേൻ മിസ്രയീമ്യർ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ വീണു പോകുമ്പോൾ ആമേൻ ദൈവം ആരെന്ന് ആമേൻ ആമേൻ മിസ്രയീമ്യർ തിരിച്ചറിയും. പ്രൈസ് ദി ലോർഡ്. ചെങ്കടലിൽ കൂടി ആമേൻ ഇസ്രായേൽ മക്കൾ കടക്കുമ്പോൾ ആമേൻ മിസ്രയീമ്യർ സൈന്യങ്ങളുടെ യഹോവ ആരെന്ന് തിരിച്ചറിയുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെയും തീർന്നില്ല. ആമേൻ. പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി കർത്താവിന്റെ സാന്നിധ്യം ആമേൻ ഹല്ലേലൂയ ഇസ്രായേൽ മക്കളോടൊപ്പം കൂടെയുണ്ടായിരുന്നു. ആമേൻ ഹല്ലേലൂയ. ഒരു ദുഷ്ടനും വകവരുത്തുവാൻ പറ്റാത്ത തരത്തിൽ, ഒരു ഇരുളുകൊണ്ടും ആക്രമിക്കുവാൻ പറ്റാത്ത തരത്തിൽ ഇസ്രായേൽ മക്കൾക്ക് കവചമായി ആമേൻ ഇന്ന് നമ്മളോടൊപ്പം പല പ്രതികൂല ഘട്ടങ്ങളിലും കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി അവന്റെ സാന്നിധ്യം കൂടെ ഇരിക്കുന്നത് പോലെ ഇസ്രായേൽ മക്കൾക്ക് മുൻപിലും പിൻപിലുമായി സ്വർഗത്തിലെ ദൈവം കാവലാക്കിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകലിലും ആശ്രയം വെക്കാൻ ആരുമില്ലെന്ന്, എന്നെ സഹായിപ്പാൻ ആരുമില്ലെന്ന്, എനിക്ക് ആമേൻ ഹല്ലേലൂയ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ ആരുമില്ലെന്ന് കരഞ്ഞും നിലവിളിച്ചു വേദനപ്പെട്ടും നിങ്ങളായിരിക്കുന്നു. ആമേൻ. വിഷമിക്കേണ്ട. പകൽ മേഘസമ്മതമായി രാത്രി അഗ്നിത്തൂണായി സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല ചില കുടുംബങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ആ പകൽ മേഘസ്തംഭം എന്തെന്നും രാത്രി അഗ്നിത്തൂൺ എന്തെന്നും തിരിച്ചറിയുവാൻ പോകുന്ന ദിവസങ്ങളാ. പ്രൈസ് ദി ലോർഡ്. എന്നോട് പരിശുദ്ധാത്മാവ് അങ്ങനെ ദൂത് പറയുവാൻ പറയുന്നു. പകൽ മേഘസ്തംഭമായി നിൽക്കുന്നത് എങ്ങനെയാണെന്നും രാത്രി അഗ്നിത്തൂണായി സ്വർഗം ഇറങ്ങി വരുന്നത് എങ്ങനെയാണെന്നും ചില കുടുംബങ്ങൾ വ്യക്തിപരമായി അനുഭവിക്കുവാൻ പോവുകയാണ്. ജൂഡാമന വൈശമന ഹദനഘടകശിയ ആൽഗൽശമന ഹടകശിയാംതന വൈഡമന ധീവലഘടകശി. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾക്കുള്ള പ്രൊട്ടക്ഷൻ അത്ര വലുതായിരുന്നു കേട്ടോ. അതുവരെ മുൻപേ പൊക്കൊണ്ടിരുന്ന സകല പകൽ ആമേൻ മേഘസ്തംഭവും അഗ്നിത്തൂണും അവരെ പിൻപേ സഞ്ചരിക്കുവാൻ തുടങ്ങി. കാരണം ആമേൻ മുൻപിൽ കടന്നു പോകുന്ന ലക്ഷോപലക്ഷം സൈന്യത്തെ കണ്ട് മിസ്രയീമ്യർ അസൂയപ്പെട്ട് പോകാതിരിക്കുവാൻ വേണ്ടി സ്വർഗം അവിടെ ഒരു ഹല്ലേലൂയ. നിന്റെ നന്മയെ തകർക്കുവാൻ വെല്ലുവിളിക്കുന്ന ചില ശത്രുവിന്റെ കണ്ണുകളെ സ്വർഗം ഈ ദിവസങ്ങൾ മറയ്ക്കുവാൻ പോകുകയാ. ആമേൻ. നിന്റെ നന്മയെ ദൃഷ്ടി വെച്ച് നിന്റെ നന്മകളെ പതിയിരുന്ന് ചോദിച്ച് നിന്റെ നന്മയുടെ ഉറവിടങ്ങളെ ദൃഷ്ടി വെക്കുന്ന, നിന്റെ സമ്പത്തിനെ ദൃഷ്ടി വെക്കുന്ന ചില കണ്ണുകളെ ചിലത് ആമേൻ സ്ഥാനങ്ങളിൽ സ്വർഗം കുരുടാക്കുവാൻ പോകുകയാ. വിശ്വാസത്തോടെ പറ. പ്രൈസ് ദി ലോർഡ്. 2 ദിവസം ആമേൻ മോന്റെ കുടുംബജീവിതം നന്നായി പോകും. ആമേൻ. 2 ദിവസം മകളുടെ വിദ്യാഭ്യാസം നല്ല ലെവലിൽ പോകും. 3-ാമത്തെ ദിവസം ആമേൻ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത തരത്തിൽ ആക്കിക്കളയുന്ന ചില ദുഷ്ട കണ്ണുകൾ റമന ശിയാംധന ആൽഗൽ പ്രൗഢമന ധീവലഘടകശി ചിലതിനെയൊക്കെ കർത്താവ് പകൽ മേഘസ്തംഭം രാത്രി അഗ്നിത്തൂണും കൊണ്ട് ചിലതിനെയൊക്കെ മറപിടിക്കാൻ പോവുകയാ. ജൂഡബബ ശംധനാരകൽ പ്രൗഢമന. ഞാൻ അതാ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു ചില പ്രൊട്ടക്ഷനുകളെ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി എങ്ങനെയാണ് സ്വർഗം പ്രവർത്തിക്കുന്നതെന്ന് ചില കുടുംബങ്ങൾ ആമേൻ തിരിച്ചറിയുവാൻ പോവുകയാ.
Praise the Lord. Hallelujah. Amen. മോശ ആമേൻ ഹല്ലേലൂയ കടലിന്മേൽ കൈനീട്ടി. Praise the Lord. Hallelujah. മോശ 21-ാമത്തെ വാക്യം 14-21 വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും. മോശ കടലിന്മേൽ കൈനീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി മാറ്റി. ഇന്ന് രാത്രിയിലും ഞാനൊരു ദൂത് വിളിച്ചു പറയട്ടെ, ഒരൊറ്റ സെക്കൻഡ് മതി നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ. Praise the Lord. Hallelujah. ഒരൊറ്റ രാത്രി മതി. ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് ഒരൊറ്റ രാത്രി മുഴുവനും വലിയൊരു സമുദ്രത്തെ, വലിയൊരു ചെങ്കടലിനെ ഇസ്രായേൽ മക്കൾക്കും നടന്നു പോകുവാൻ ഒരു പാത ഒരുക്കി കൊടുത്തുവെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ കൂട്ടു സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുവാൻ പോകുന്ന അത്ഭുതം വളരെ വലുതാണ്. Praise the Lord. Hallelujah. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് ആമേൻ ഒരൊറ്റ രാത്രി മുഴുവനും ആമേൻ ഒരു ചെങ്കടലിനെ ആമേൻ ഹല്ലേലൂയ മതിലാക്കി മാറ്റുവാൻ സ്വർഗ്ഗത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ജീവിതത്തിന്റെ വിവിധ സ്ഥാനങ്ങൾക്കകത്ത്, ജീവിതത്തിന്റെ വിവിധ മേഖലകൾക്കകത്ത്, പ്രശ്നങ്ങൾക്കകത്തും പ്രതിസന്ധികൾക്കകത്തും ആമേൻ തൊഴിലില്ലാതെയും ഉദരഫലമില്ലാതെയും ജോലിയില്ലാതെയും കുടുംബ തകർച്ചകളോടും രോഗത്തോടും ഇരിക്കുന്ന നിങ്ങളോട് ഇന്ന് വൈകിയവൾ ഞാനൊരു ദൂത് വിളിച്ചു പറയട്ടെ, ഒരൊറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് വഴിയുണ്ടാക്കി ദൈവത്തിന് കൊടുക്കുവാൻ കഴിയുമെങ്കിൽ നിനക്കുള്ള വഴിയെ തുറക്കുവാൻ ആമേൻ അവന് ഈ നിമിഷം കഴിയുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ചില കുടുംബങ്ങളോട് ദൂത് വിളിച്ചു പറയുകയാ. ശംതന വൈഡമന അർത്ഥനഘടക ശംതനാരകൾ ഘടകസി അർത്ഥന വൈഡമന ഇടത്തും വലത്തുമായി വെള്ളം മതില് പോലെ നിന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി അവൻ ഒരുക്കുന്ന അത്ഭുതം അതാ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുവാൻ പറ്റുമോ? ആമേൻ. ഒരു ചെങ്കടലിനെ അവൻ ആമേൻ ഹല്ലേലൂയ മതിലാക്കി നിർത്തിയെങ്കിൽ നിനക്ക് വേണ്ടി ഏത് അടഞ്ഞു കിടക്കുന്ന വഴിയെയും, ഏത് ഉടഞ്ഞുപോയ പാത്രത്തെയും, ഏത് തകർന്നുപോയ കുടുംബത്തെയും, ഏത് തകർച്ചയുടെ ബിസിനസിനെയും പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ അപ്പന് കഴിയുക തന്നെ ചെയ്യും. ചൂടവന ശംധാന വൈഡൽ ഘടകശിയ അർത്ഥനാരകൾ പ്രൗഢവന ദീപലഘടക ശംധനാരകൾ പ്രൗഢവന. ഹല്ലേലൂയ. അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുവാൻ തയ്യാറാണോ? ആമേൻ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മോശയോട് കർത്താവ് വിശ്വാസത്തോടെ പറഞ്ഞത്, നിന്റെ വടിയെടുത്ത് എന്നോട് കരയാതെ കടലിന്മേൽ നീട്ടുക. അവൻ വിശ്വാസത്തോടെ പ്രവർത്തിച്ചപ്പോൾ ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതം മോശയുടെ കണ്ണുകൊണ്ട് കണ്ടെങ്കിൽ ഇന്ന് പകലിലും ദൈവത്തെ അറിഞ്ഞ് വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ച പ്രിയ ദൈവ പൈതലെ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അത്ഭുതത്തിന്റെ കരമുണ്ട്. അത് മറന്നു കളയരുത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിലും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം ആമേൻ ഹല്ലേലൂയ നമ്മളോടൊപ്പം കൂടെയുണ്ട്. ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ നിമിഷം ഒന്ന് എഴുന്നേറ്റാട്ടെ. വിശ്വാസത്തോടെ ചില നിമിഷങ്ങൾ ആമേൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ജുഡമന ശംധന വൈഡമന ദീപലഘടകശി അർത്ഥപ്രൗഢമന ഹതനഘടകശി. കർത്താവേ, തകർച്ചയുടെ പടുകുഴിയിൽ, നിരാശയുടെ പടുകുഴിയിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയുവാൻ കഴിയാതവനോ ആമേൻ ഹല്ലേലൂയ എന്താണ് ഒരു ആലോചന എന്നോട് കർത്താവിന് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞ് ചഞ്ചലപ്പെട്ട് ഭാരത്തോടെ ഹൃദയവേദനയോടെ ആയിരിക്കുന്ന വ്യക്തികൾ ഇന്ന് പകൽ അതിനുള്ള ഉത്തരം സ്വർഗം അവരുടെ ഹൃദയത്തിൽ പകർന്നതിനായി സ്തോത്രം. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകി മാനിക്കണം. കടബാധ്യതരായിരിക്കുന്നവരുടെ കടഭാരങ്ങൾ മാറണം. മുൻപിൽ പുതുവഴി തുറക്കുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർക്ക് പുതുവഴിയെ തുറന്നുകൊടുത്ത് മാനിക്കണം. ഉദരഫലമില്ലാത്തവർക്ക് ഉദരഫലങ്ങൾ നൽകി മാനിക്കണം. ആത്മീക ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകണം. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടണം. കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം. ഞങ്ങൾ ഒരുമിച്ച് കുടുംബങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ പ്രിയൻ എപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനാം മനോഹർ അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാകതരം ജാനന്മാരെ വാരിക്കുന്ന വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, മണ്ണെ പ്രതി മാണിക്യം വെടി
കരമുയർത്തട്ടെ ശക്തിയോടെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ആരും മൗനമായിരിക്കുന്ന ഇന്ന് വൈകിയ വേളയിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. കാത്തിരിപ്പുകൾ കരുതി നിർത്തുന്ന അത്ഭുതങ്ങളെ കാണിക്കുന്നു. ഈ വൈകിയ വേളയിൽ ഈ ഹോളിൽ കൂടിയിരിക്കുന്ന കൃപയ്ക്കായി വൈകിയ വേളയിലും അത്ഭുതങ്ങളെ കാണുവാൻ വൈകിയ വേളയിൽ അനുഭവങ്ങളെ പോലും വലിച്ചുകൊണ്ടുപോകുന്ന എല്ലാ വെല്ലുവിളികളും പ്രാരംഭമായ 3 മാസങ്ങൾ ചില കാൽവെട്ടിന്റെ അവസരങ്ങൾ, ചില പുതിയ കാൽവെട്ടിന്റെ അവസരങ്ങളെ ഒരുക്കി തരുവാൻ യേശുവിൻ നാമത്തിൽ സന്തോഷത്തിന്റെ അനുഭവങ്ങളിലേക്ക് പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നതാണ്. നിന്റെ കണ്ണുനീർ ദൈവം കണ്ടത് അടച്ചു വെച്ച് നിന്റെ സന്തോഷത്തിന് വിരോധമായി ഈ രാത്രി ദൈവങ്ങളെ പ്രാർത്ഥിക്കുക. ഉദരത്തെ അടച്ച് അവൻ ശമൂവേൽ പ്രവാചകനെ നൽകിയ ഉദരത്തെ അടച്ചത് തകർന്നു പോകാനല്ല, ഉദരത്തെ അടച്ചത് അവരെ നശിച്ചു പോകുവാനല്ല, വാഗ്ദത്ത സന്തതിയെ ഉത്തരത്തിൽ ചുമക്കുവാൻ വേണ്ടി യേശുവേ ഏൽപ്പിക്കുന്ന കർത്താവേ, തടസ്സമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ വെല്ലുവിളികളും ചില സന്തോഷങ്ങൾക്ക് തടസ്സമായി, ചില അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ പോരുകളും മാറട്ടെ. രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിന് ഭൂമിക്ക് മധ്യമാരിയായ കർത്താവായ യേശുവേ നാമത്തിൽ എല്ലാ
കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാണ്. ആരും മൗനമായിരിക്കുന്നു ഈ വൈകിവേളയിൽ. അവന്റെ കാത്തിരിപ്പിന് എന്റെ കർത്താവ് അറിഞ്ഞു വരുത്തുവാൻ പോവുകയാണ്. ചില വർഷങ്ങളായുള്ള കാത്തിരിപ്പിന്, നീണ്ട നാളുകളായുള്ള കാത്തിരിപ്പിന്, ചില ചോദ്യങ്ങളുടെ ഉത്തരമായി ഈ രാത്രി ദൈവം പ്രവർത്തിക്കാനുള്ള ഒത്തിരി നാളുകളായുള്ള കാത്തിരിപ്പിന് കർത്താവിന് അറിഞ്ഞു വരുത്തിയ നിന്റെ കാത്തിരിപ്പിന് എന്റെ യേശു അറിഞ്ഞു ഈ വൈകിവേളയിൽ ജനതകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രാപിക്കേണ്ടത് പ്രാപിക്കുന്ന കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്ന ചില അലച്ചിലുകൾ കടന്നു വരുത്തുന്ന ചില അലച്ചിലുകൾ യേശുവിൻ നാമത്തിൽ ചില അലച്ചിലുകൾക്ക് ഇന്ന് രാത്രിയിൽ കർത്താവ് അറിഞ്ഞു വരുത്തുന്ന കൃപയ്ക്കായി അന്യഭാഷകള് ഈ വൈകിവേളയിലും അല്പസമയം കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാണ്. അന്യഭാഷ ചിലരുടെ അതരത്തെ കർത്താവ് തൊടുക. പുതിയ ഭാഷ ഈ രാത്രി കർത്താവിന്റെ നാവിൽ മേൽ തരിക. സ്വർഗം പ്രസാദിക്കുന്ന നീ ദൈവത്തോട് സംസാരിച്ചു തുടങ്ങുന്ന ഭാഷ, നിന്റെ ശത്രുവിനെ തിരിച്ചറിയുവാൻ കഴിയാത്ത, മനുഷ്യനും പിശാചിനും ഡീകോഡ് ചെയ്യുവാൻ കഴിയാത്ത ഭാഷ, ദൂതന്മാരുടെ ഭാഷ. അന്യഭാഷകൾ അല്പസമയം ദൈവത്തെ ആരാധിച്ചാണ്. ആരും മൗനമായി നിൽക്കുന്നത് യേശുവിൻ നാമത്തിൽ. ശരീരത്തെ വിട്ടുകൊടുത്ത് അത്തരങ്ങളെ തുറന്ന് ദൈവത്തെ ആരാധിച്ചാണ്. യേശുവിൻ നാമത്തിൽ ആരാധിക്കുന്നവരുടെ മേൽ ശക്തി വ്യാപരിക്കുക. നീ കടന്നു ചെല്ലേണ്ട ശാപത്താൽ പിടിക്കപ്പെട്ട ചില സ്ഥാനങ്ങൾ അത് നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ തൊഴിൽ മേഖലയ്ക്കകത്ത് ശപിക്കപ്പെട്ട ഒരു മണ്ഡലം യേശുവിൻ നാമത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക. ആമേൻ. സ്തുതിച്ച് ശക്തി പ്രാപിച്ച് കടന്നു പോകുന്ന നിന്റെ കാൽ വയ്ക്കപ്പെടുമ്പോൾ ചില ശാപത്തിന്റെ മണ്ഡലങ്ങൾ ഇന്ന് ഈ വൈകിയ ഈ നല്ല വൈകിവേളയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷയോടെ ഈ വൈകിവേളയിൽ അങ്ങയുടെ സന്നിധിയിലായിരുന്നു കർത്താവേ. അപ്പാ ചില കാത്തിരിപ്പുകൾ കടന്നു വരുന്ന ചില നിന്ദയുടെ അനുഭവങ്ങൾ, ചില നിരാശയുടെ അനുഭവങ്ങൾ മാറിപ്പോകുന്ന അങ്ങയുടെ നാമത്തിൽ അപ്പാ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 19ാമത്തെ രാത്രി പ്രിയപ്പെട്ടവർ അത്ഭുതം കാണട്ടെ കർത്താവേ. ചില കാത്തിരിപ്പുകൾക്ക് നടത്തി വരട്ടെ. ഇവരിലെ രോഗികളെ നസ്രനായ യേശുവിൻ നാമത്തിൽ അടിയൻ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇവരിലെ ബന്ധനങ്ങളെ അഴിക്കണമേ കർത്താവേ. പൈശാചികമായുള്ള ബാധിപ്പുകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോ. ഇവർ ഭവനങ്ങൾക്കകത്തേക്ക് കാൽ വയ്ക്കുമ്പോൾ, ഇവർ മെസ്സേജ് കേട്ട് എഴുന്നേൽക്കുമ്പോൾ യേശുവേ, അളവ് കൂടാത്തൊരു ദൈവ സാന്നിധ്യം ഭവനത്തിനകത്ത് ചില ശാപത്തിന്റെ മണ്ഡലങ്ങളെ, ആമേൻ, ചില ശാപത്തിന്റെ കിടക്കകളെ കർത്താവ് ഇന്ന് രാത്രി മാറ്റുവാൻ പോയി. ആമേൻ, ആമേൻ. ആരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ആ ശാപത്തിന്റെ കിടക്ക്, ആ ശാപത്തിന്റെ കിടക്ക് യേശുവിൻ നാമത്തിൽ ആ ശാപത്തിന്റെ കിടക്ക് എന്റെ യേശു ഇന്ന് മാറ്റുവാൻ പോകും. ഉപവാസത്തിന്റെ 19ാമത്തെ രാത്രി നിന്റെ ഭവനത്തിനകത്ത് ശാപക്കിടക്ക് യേശുവിൻ നാമത്തിൽ നന്ദി കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് വരുന്ന ഉറച്ച കൃപയ്ക്കായി, അത് ശക്തീകരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. താങ്ക് യു ലോർഡ്. 2025 അമേൻ പ്രാരംഭമായ 3 മാസങ്ങൾ അമേൻ. കർത്താവ് അവന് വ്യക്തിയോട് പറഞ്ഞ ആലോചന ഇതാണ്. അമേൻ. ചില പുതിയത് തുറന്നു വന്ന് നിനക്ക് കാലുറപ്പിക്കുവാൻ കർത്താവ് അവസരം തരും. ആമേൻ. യേശുവിൻ നാമത്തിൽ ചില നാളുകളായുള്ള കാത്തിരിപ്പിന് കാൽ വയ്ക്കുവാനിടമില്ല. വഴിയുണ്ട്, കാൽ വയ്ക്കുവാനിടമില്ല. ആമേൻ. ചിലരെന്നെ അവിധത്തിൽ കേൾക്കുന്നുണ്ട്. വഴി മുൻപിലോട്ടുണ്ട്, പക്ഷെ കാൽ വയ്ക്കുവാനിടമില്ല. യേശുവിൻ നാമത്തിൽ നിനക്ക് കാൽ വയ്ക്കുവാൻ കർത്താവ് അവസരത്തെ തരിക. ആമേൻ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പകരപ്പെടുന്ന ആത്മശക്തിയാൽ പൈശാചിക മണ്ഡലങ്ങളെ തകർത്തുകൊണ്ട്
ദൈവത്തിൻ്റെ നാമം ഉയർത്തി മുന്നേറുവാൻ സ്വർഗ്ഗങ്ങൾക്ക് അവസരം നൽകിയാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് താമസമെങ്കിൽ നാം ഒരുമിച്ചായിരിക്കുന്നത് വരെ നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുവേ വേഗം വരേണമേ. ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.